നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മുടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് നാളത്തെ ദിനം 1201 ഇടവ മാസം 22-ാം തീയതി, അതായത് 2026 ജൂൺ മാസം 5-ാം തീയതി വെള്ളിയാഴ്ച, ശുക്രവാരം. നാളെ ശുക്രവാരം വെള്ളിയാഴ്ചത്തെ സൂര്യോദയം കാലത്ത് 6:04, അസ്തമയം വൈകിട്ട് 6:41 തൃശ്ശൂരിൽ. നാളെ കാലത്ത് 10:30 മുതൽ 12 മണി വരെയുള്ള സമയമാകുന്നു രാഹുകാലം. ആ 1.5 മണിക്കൂർ സമയം നാം ഒരു ശുഭകാര്യങ്ങളും അനുഷ്ഠിക്കാറില്ല. നാളത്തെ തിഥി കറുത്തപക്ഷത്തിലെ പഞ്ചമി തിഥിയാകുന്നു. കറുത്തപക്ഷം പഞ്ചമി വരെ ചന്ദ്രൻ ബലവാനാകുന്നു. നാളത്തെ നക്ഷത്രവും ഉത്തരത്രയത്തിൽപ്പെടുന്ന ശുഭമായ നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രമാണ്. തിരുവോണം ഉത്തരത്രയത്തിൽപ്പെടുന്ന 9 നക്ഷത്രങ്ങളിലെ നക്ഷത്രമാണ്. ഉത്രമത്തം, ചിത്ര, ഉത്രാടം, തിരുവോണം, അവിട്ടം, ഉത്രട്ടാതി, രേവതി, അശ്വതി. ഈ 9 നക്ഷത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രം. മഹാവിഷ്ണുവിൻ്റെ നക്ഷത്രമാണ്. സ്ത്രീകൾക്ക് തിരുവോണം നക്ഷത്രം വളരെ ഗുണകരമാണ്. സാധാരണ തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്കൊക്കെ കൂടുതൽ കന്യാപ്രജകൾ, പെൺമക്കൾ പ്രജകളായി കാണപ്പെടുന്നുണ്ട്. ഏതായാലും നാളത്തെ നല്ല ദിനമാണ്, വെള്ളിയാഴ്ചയാണ്. ഗർഭിണികളും നാൽക്കാലികളും സഞ്ചരിക്കാൻ പാടില്ലാത്ത ദിനമാണ് വെള്ളിയാഴ്ച. മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷത മഹാവിഷ്ണുവിൻ്റെ നക്ഷത്രമാണ്. നാളെ വിഷ്ണു ക്ഷേത്ര ദർശനം, തുളസിമാല, പാൽപ്പായസം ഭഗവാനെ സമർപ്പിക്കുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക, ഇതൊക്കെ തന്നെ ഒരു വലിയ ഒരു കരുത്ത് വിഷ്ണു ഭക്തർക്ക് ലഭിക്കുന്ന ദിനമാണ് നാളെ എന്നറിയുക. വിഷ്ണു സഹസ്രനാമവും അല്ലെങ്കിൽ നാരായണ കവചം, ഇതൊക്കെ തന്നെ വളരെയധികം വിഷ്ണുവിൻ്റെ മേന്മകളെ പ്രതിപാദിക്കുന്ന മന്ത്രങ്ങളാണ്. വ്യാസനാണ് വിഷ്ണു സഹസ്രനാമം ഉപദേശിച്ചു കൊടുക്കുന്നത് യുധിഷ്ഠിരന്. അതും ശരശയ്യയിൽ കിടന്നുകൊണ്ടാണ് ഉപദേശിക്കുന്നത്. ഓം വിശ്വം വിഷ്ണുർ വഷർക്കാരോ ഭൂതഭവ്യ ഭവത് പ്രഭു എന്ന മന്ത്രത്തോളം വലിയ ശക്തിയുള്ള ഒരു മന്ത്രമില്ല. രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു. ബന്ധനത്തിൽപ്പെട്ട വ്യക്തി ബന്ധനത്തിൽ നിന്നും മോചിതനാകുന്നു. സന്താനങ്ങളില്ലാത്ത വ്യക്തിക്ക് നല്ല സന്താനങ്ങളെ ലഭിക്കുന്നു. വ്യാഴം പുത്രകാരകനാണ്. വ്യാഴമാകുന്നു മഹാവിഷ്ണു. ഏതായാലും നാളെ ശുഭസമയവും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക. നാളെ ഉച്ചയ്ക്ക് 1:05 മുതൽ 2 മണി വരെയുള്ള സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കുമായി സമയം കണ്ടെത്താവുന്നതാണ്. എല്ലാ നന്മകളും നാളത്തെ ദിനത്തിന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.